നമസ്കാരം. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ദില്ലിയിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ അമിത്ഷായ്ക്ക് വേണ്ടി ഒരു കുഴിമാടം ഒരുക്കുന്നുണ്ട് എന്ന് അവിടുത്തെ JNUവിലെ വിദ്യാർത്ഥികൾ ഒരു മുദ്രാവാക്യം നടത്തിയിരുന്നു. രാജ്യവിരുദ്ധമായ മുദ്രാവാക്യങ്ങളാണ് അവർ നടത്തിയത്. അതിനെതിരെ ദില്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് JNU സർവകലാശാല അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ മുംബൈയിലെ ടിസ് എന്നൊരു സ്ഥാപനമുണ്ട്, അതായത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. അവിടെ ഇതേപോലെ 9 വിദ്യാർത്ഥികൾ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി. ഡൽഹിയിലെ JNU സർവകലാശാലയിൽ മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും രാജ്യവിരുദ്ധമായ പ്രക്ഷോഭനങ്ങൾ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആ മലയാളിയുടെ പേര് ഗോപിക ബാബു ആയിരുന്നുവെങ്കിൽ ടിസിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അതായത് ആ 9 പേരിൽ ഒരു മലയാളി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് CH ഗായത്രി. ഈ 9 പേരടങ്ങുന്ന സംഘം ഷർജിൽ ഇമാനെയും ഉമർ ഖാലിദിനും അനുകൂലമായി ഒരു മുദ്രാവാക്യം വിളിച്ചു. അതായത് ഈ രണ്ടുപേരും, ഷർജിൽ ഇമാനും ഉമർ ഖാലിദും തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഭീകരരാണ് എന്ന് സുപ്രീം കോടതി തന്നെ അടിവരയിട്ട് പറഞ്ഞതാണ്. ഇവർക്ക് 1 വർഷത്തേക്ക് ജാമ്യം നൽകരുത്, ഇവരുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തിക്കരുത് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്. ഈ 2 പേർക്കെതിരെയാണ് ഈ ടിസിലെ 9 വിദ്യാർത്ഥികൾ അനുകൂലമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. അത് മാത്രമല്ല, അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ദില്ലി സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്ന GN സായിബാബയുടെ 1ാം ചരമവാർഷികാഘോഷം ടിസ് ക്യാമ്പസിൽ ഈ വിദ്യാർത്ഥികൾ അനധികൃതമായി പരിപാടി സംഘടിപ്പിച്ചു. അത് ടിസ് അധികൃതരുടെ അനുവാദമില്ലാതെ. 2014 മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും 2017 UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ഇംഗ്ലീഷ് പ്രൊഫസറായ സായിബാബ. ഈ സായിബാബയുടെ അനുസ്മരണ ചടങ്ങാണ് ടിസിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത്. ഇതാണ് ടിസ് അധികൃതർ തന്നെ മുംബൈ പോലീസിന് പരാതി നൽകുകയും അതിന്റെ അന്വേഷണത്തിൽ ഇവർക്കെതിരെ കേസെടുക്കുകയും കോടതിയിലേക്ക് എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് ഇവർക്കെതിരെ ഒരു അറസ്റ്റ് ഇപ്പോൾ വേണ്ട എന്ന് കോടതി പറഞ്ഞ് ഫെബ്രുവരി 5-ാം തീയതി വരെ ഒരു ഇടക്കാല ജാമ്യം കോടതി ഇവർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് കോടതി ഇവർക്ക് ഒരു പ്രസക്തമായ ഒരു ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണോ മഹാരാഷ്ട്രയിലേക്ക് വന്നത്? അത് അല്ലാതെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനാണോ നിങ്ങൾ ഇത്രയും ദൂരം മഹാരാഷ്ട്രയിലേക്ക് വന്നത്? നിങ്ങൾ എത്ര പേർ മഹാരാഷ്ട്രയുടെ പുറത്തുണ്ട് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചെയ്തത് ഒരു ചെറിയ കേസല്ല. രാജ്യവിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. രാജ്യവിരുദ്ധരായ, അതായത് ഒരു മാവോയിസ്റ്റിനെ അനുസ്മരിക്കുന്ന ചടങ്ങുകൾ പൊതുമധ്യത്തിൽ വെച്ച് നടത്തുന്നു. ഇത് ക്രിമിനൽ കുറ്റമാണ്. രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. UAPA വകുപ്പ് പ്രകാരം നിങ്ങൾക്കെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ ക്രിമിനൽ റെക്കോർഡുകളുണ്ട്. നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാകും. ഈ കേസ് മുംബൈയിൽ മാത്രമല്ല, രാജ്യത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിങ്ങളുടെ പേരിൽ ഈ കേസ് ഉണ്ടാകും. അവർക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലുള്ള എല്ലാ റെക്കോർഡുകളും കിട്ടും, ക്രിമിനൽ റെക്കോർഡുകളും കിട്ടും. നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടില്ല, നല്ലൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. അങ്ങനെ നിങ്ങളൊരു MSW പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ, നിങ്ങൾ ശാസ്ത്രജ്ഞരാണോ, നിങ്ങൾ എഞ്ചിനീയർമാരാകാനായിട്ടാണോ നിൽക്കുന്നത്? അങ്ങനെയാണോ നിങ്ങൾ ഈ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ പടച്ചുവിടുന്നത് എന്നടക്കമുള്ള രൂക്ഷമായ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അറിയാമോ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? ടിസ് പോലുള്ള ഏറ്റവും വിഖ്യാതമായ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ കോളേജിൽ വന്നിട്ട് നിങ്ങൾ രാജ്യത്തിനെതിരെയായി പ്രവർത്തിക്കുന്ന കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയാമോ? നിങ്ങളെ വീട്ടുകാർ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിട്ടത്. എന്നിട്ട് നിങ്ങൾ വന്ന് ഇവിടെ തെറ്റായ പാതയിലേക്ക് സഞ്ചരിക്കുന്നു. നിങ്ങൾ രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ നിങ്ങൾ കൊല്ലാനായിട്ട് ഒരു ആഹ്വാനം ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ഉമർ ഖാലിദിനെ പോലുള്ള തീവ്രവാദികൾക്ക് നിങ്ങൾ പിന്തുണ നൽകി അവർക്ക് അനുകൂലമായി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് എന്നടക്കമുള്ള രൂക്ഷമായ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ മുംബൈ പോലീസ് ഇവർക്കെതിരെ സംഘം ചേരൽ, കലാപമുണ്ടാക്കൽ, രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്തൽ എന്നടക്കമുള്ള ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ മുംബൈ പോലീസ് ഇവർക്കെതിരെ ചുമത്തുകയാണ്. കാരണം വ്യക്തമായ തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നേരത്തെ JNU സർവകലാശാലയിൽ മോദിക്കും അമിത്ഷായ്ക്കും നേരെ ഒരു കൊലവിളി മുദ്രാവാക്യം നടത്തുന്നതിന്റെ കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അന്വേഷണം നടത്താനായിട്ട് അമിത്ഷാ ഉത്തരവിട്ടിരിക്കുന്നു. ഇനി ഇതും കൂടെ വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും മലയാളി പെൺകുട്ടികൾ ഇതിലേക്ക് ഉൾപ്പെടുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ്.